ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയുടെ വരും ദിവസത്തെ സൂപ്പർ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അതിനുമുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. അതിനോടൊപ്പം നമ്മുടെ മഴ തോരും മുൻപേ എന്ന പരമ്പരയുടെ പ്രമോ വിശേഷങ്ങളും നമ്മൾ എല്ലാ ദിവസവും വൈകിട്ട് 9 മണിക്ക് ഇടുന്നുണ്ട്. അതും കൂടെ കയറി കാണാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ എന്തായാലും ഹോളിഡേ ഒക്കെ ആയതുകൊണ്ട്, ഈസ്റ്ററും ദുഃഖവെള്ളിയും പെസഹായൊക്കെ ആയതുകൊണ്ട് വരുന്ന 2 ദിവസം വിശേഷങ്ങളൊന്നുമില്ല. വരുന്ന ആഴ്ചയിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. എന്തായാലും സുധീഷിനെയും നിധിയുമായിട്ട് രാജീവൻ അല്ലെങ്കിൽ നിധിയുടെ അച്ഛൻ തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം സുധീഷിന് വലിയ സംശയമുണ്ട്. സംശയമെന്ന് മാത്രമല്ല, സുധീഷിന് അറിയാം തന്നെ ഈ കൊണ്ടുപോകുന്നത്, നിധിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന തന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, മറിച്ച് തന്നെ വെല്ലുവിളിച്ച ആ വെല്ലുവിളിയുടെ ഒരു ഭാഗമാണ് ഈ നാടകത്തിൻ്റെ രത്നച്ചുരുക്കം എന്ന് സുധീഷിന് ഏകദേശമൊക്കെ മനസ്സിലായിട്ടോ. അതുകൊണ്ട് തന്നെ അല്പം സൂക്ഷിച്ചും കണ്ടുമാണ് സുധീഷ് രാജീവിൻ്റെയും നിധിയുടെയും ഒപ്പം നിധിയുടെ വീട്ടിലേക്ക് പോകുന്നത്. ഇതിനിടയിൽ നമ്മുടെ ഹരീഷിനോട് പറയുന്നുണ്ട്, ഹരീഷെ, ഒരാഴ്ചയ്ക്കുള്ളിൽ എന്നെയും നിധിയെയും രണ്ടാക്കും, അല്ലെങ്കിൽ ഞങ്ങളെ വേർപിരിക്കും എന്ന് രാജീവൻ, നിധിയുടെ അച്ഛൻ, പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അതിൻ്റെ ഒരു ഭാഗമാണ് എന്നെനിക്ക് യാതൊരു തർക്കവുമില്ല, സംശയവുമില്ല. അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മളൊരു മുൻകരുതൽ എടുക്കേണ്ടത് ആവശ്യമാണ് എന്നൊക്കെ സുധീഷ് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് സുഭാഷിനോടോ നികേഷിനോടൊന്നും ഹരീഷ് ഇത് പറയുന്നില്ല കേട്ടോ. എന്തിനാണ് സുഭാഷ് ചേട്ടനെ വെറുതെ ടെൻഷൻ അടിപ്പിക്കുന്നത് എന്നൊക്കെ ഓർത്തായിരിക്കാം അത് പറയുന്നില്ല. അങ്ങനെ ഇവർ 3 പേരും വീട്ടിലേക്ക് ചെല്ലുന്നു. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ വീട്ടിലേക്ക് വിളിച്ച് പറയുന്നുണ്ട് രാജീവൻ, ഞങ്ങൾ നിധിയുമായിട്ട് വരികയാണ്, അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തണം എന്ന് പറയുകയാണ്. അങ്ങനെ സുധീഷും നിധിയും രാജീവനും ആ വലിയ ബംഗ്ലാവിൻ്റെ മുൻപിൽ എത്തുകയാണ്. ഈ സമയത്ത് എല്ലാ തയ്യാറെടുപ്പോടും കൂടി നിധിയുടെ അമ്മയും അതുപോലെ നിധിയുടെ ചേട്ടനും ചേട്ടത്തിയും ഒക്കെ നിൽക്കുകയാണ്. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങുന്ന നിധിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് രാജീവൻ അവരുടെ മുൻപിലേക്ക് പോകുന്നു. അതിനോടൊപ്പം തന്നെ സുധീഷിനെയും വിളിക്കുക, സ്നേഹപൂർവ്വം വിളിക്കുക, മാമോനെ നമുക്ക് അകത്തേക്ക് പോകാം എന്നും പറഞ്ഞ് സ്നേഹപൂർവ്വം വിളിച്ചുകൊണ്ട് പോകുന്ന ചില രംഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു മനസ്സോട് കൂടി അങ്ങനെ സുധീഷും പോവുകയാണ്. നിധി പറയുകയാണ്, വാ സുധീഷ് കയറാൻ, നമുക്ക് വീട്ടിലേക്ക് കയറാം എന്ന് പറയുന്നു. പെട്ടെന്ന് അങ്ങോട്ട് വീടിൻ്റെ മുൻപിൽ എത്തുമ്പോഴത്തേക്ക് വിളക്കും അല്ലെങ്കിൽ തിരിയുമായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അവരെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റുവാൻ വേണ്ടി നിധിയുടെ ചേട്ടത്തിയും അതുപോലെ നിധിയുടെ അമ്മയും നിൽക്കുകയാണ്. അപ്പോൾ നിധിയുടെ അമ്മയുടെ മുഖഭാവം കാണുമ്പോൾ തന്നെ അറിയാം, നിധിയുടെ അമ്മയുടെ ഒരു സമ്മതത്തോടു കൂടിയാണ് സുധീഷിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ഏകദേശമൊക്കെ പ്രേക്ഷകരായി നമുക്ക് മനസ്സിലാവും കേട്ടോ. അങ്ങനെ രൂക്ഷമായ രീതിയിൽ നോക്കിക്കൊണ്ട് നിധിയോട് സൗമ്യമായ രീതിയിൽ ഇടപെടുകയും സുധീഷിനെ രൂക്ഷമായ രീതിയിൽ നിന്നെ കാണിച്ചു തരാ എന്നുള്ള ഈ രീതിയിൽ നിധിയുടെ അമ്മ ചെന്ന് ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് പ്രവേശിപ്പിക്കുകയാണ്, അകത്തേക്ക് കയറ്റുവാൻ നിധിയെയും സുധീഷിനെ. അതിനോടൊപ്പം സുധീഷിനെ അടിമുടിയൊന്ന് നോക്കുന്നുണ്ട് ഈ നിധിയുടെ അമ്മ. നിധിയുടെ അമ്മ മാത്രമല്ല, നിധിയുടെ ചേട്ടനും രാജീവ് അതുപോലെ നിധിയുടെ അച്ഛനുമൊക്കെ അടിമുടി ഒന്ന് നോക്കി, ഒന്ന് വിരട്ടുന്ന രീതിയിൽ, എല്ലാം അവരുടെ കയ്യിലാണ് എന്നുള്ള രീതിയിൽ ഒരു നോട്ടവും ഭാവവും ഒക്കെ ഉണ്ട്. ഇതൊക്കെ സുധീഷിന് മനസ്സിലായി. എങ്കിലും നിധിയോട് നിധിക്കൊപ്പം ചേർന്ന് നിന്ന് അകത്തേക്ക് കയറുന്നു. അതിനുശേഷം നിധി തൻ്റെ അമ്മയെ വാരിപ്പുണരുന്നു. അത് ഏട്ടത്തിയെ സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു. ഇതെല്ലാം കണ്ട് ചേട്ടൻ നിൽപ്പുണ്ട്. ചേട്ടനും നിധിയുടെ മുൻപിൽ വെച്ച് വളരെ സൗമ്യമായി, വളരെ സ്നേഹത്തോടു കൂടി തൻ്റെ അളിയനെ, അല്ലെങ്കിൽ നിധിയുടെ ഭർത്താവാണല്ലോ സുധീഷ്, അപ്പോൾ ആ അളിയനായിട്ട് കണ്ട് അകത്തേക്ക് കെട്ടിപ്പിടിച്ച് കയറ്റുന്നുണ്ട്. കയറ്റുമ്പോഴൊക്കെ, കെട്ടിപ്പിടിക്കുമ്പോഴും കയ്യിൽ പിടിച്ച് കയറ്റുമ്പോഴൊക്കെ ഈ നിധിയുടെ ചേട്ടൻ്റെ കൈയുടെ ചൂട്, അല്ലെങ്കിൽ ആ മുറുകെ പിടിക്കുന്ന ആ സ്പർശനമൊക്കെ സുധീഷ് തിരിച്ചറിയുന്നുണ്ട്. കാരണം തന്നെ ഇവരെ ഉപദ്രവിക്കാൻ തന്നെയാണ്, നിധിയെയും എന്നെയും രണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് വിളിച്ചതെന്നൊക്കെ സുധീഷിന് മനസ്സിലാകുന്നുണ്ടോ. എങ്കിലും സുധീഷ് നിവൃത്തികേട് കൊണ്ട് നിധിക്കൊപ്പം അകത്തേക്ക് കയറുന്നു. അവിടെ പോയിരിക്കുന്നു. ഇതിനിടയിൽ നിധി എല്ലാവരുമായിട്ട് വളരെ സ്നേഹം, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണല്ലോ ഈ സ്നേഹം നിധിക്ക് ലഭിക്കുന്നത്. തൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും സഹോദരൻ്റെയും ഏട്ടത്തിയുടെ ഒക്കെ സ്നേഹം കിട്ടുന്ന ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ്. അത് മാക്സിമം നിധി അനുഭവിക്കുന്നു. അതിനിടയിൽ സുധീഷിനെ ശ്രദ്ധിക്കുന്നുമുണ്ട് നിധി കേട്ടോ. അപ്പോൾ ആ സമയത്തെല്ലാം നിധി സുധീഷിനെ ശ്രദ്ധിക്കുന്ന സമയത്തെല്ലാം സ്നേഹപൂർവ്വം സുധീഷിനെ ഇടപെടുന്ന രാജീവിനെയും അതുപോലെ നിധിയുടെ ചേട്ടനെയും അരുണുമൊക്കെ സ്നേഹപൂർവ്വം ഇടപെടുന്നതൊക്കെ നിധിക്ക് സന്തോഷമുണ്ടാക്കിയാണ്. കാരണം നിധിക്ക് മനസ്സിലായി, സുധീഷിനെയും തന്നെയും അവരംഗീകരിച്ചോ എന്ന് പോലും അവർക്ക് തോന്നിപ്പോവുകയാണ് കേട്ടോ.
അങ്ങനെ എന്തായാലും നിധിയുടെ ഏട്ടത്തിക്ക് മാത്രം ഇതിനകത്ത് യാതൊരു മനസ്സറിവുമില്ല. അങ്ങനെ നിധിയുടെ ഏട്ടത്തി വളരെ നിഷ്കളങ്കമായി നിധിയെ ചേർത്ത് പിടിക്കുന്നു, അല്ലെങ്കിൽ നിധിയോട് സംസാരിക്കുന്നു, ഇടപെടുന്നു, സന്തോഷം പങ്കിടുന്നു. അതിനുശേഷം കാണുന്നത് ഒരുമിച്ച് അവർ ആഹാരം കഴിക്കുന്ന സമയമൊക്കെയാണോ. ഇതിനിടയിൽ സുധീഷ വീട്ടിൽ ചെന്നതിന് ശേഷം സുഭാഷിനെ വിളിക്കുകയാണ്. സുഭാഷിനെയും ഹരീഷിനെയും നികേഷിനെയൊക്കെ വിളിക്കുന്നുണ്ട്. വിളിച്ച് വിശേഷങ്ങളൊക്കെ പറയാം. അന്നേരവും വളരെ സന്തോഷത്തോടു കൂടി സുധീഷ് പറയുകയാണ്, ഇവിടെ ഞങ്ങൾ വന്നു, യാതൊരു കുഴപ്പവുമില്ല ഏട്ടാ, ഞങ്ങളെ ആരതി ഒഴിഞ്ഞ് വളരെ സ്നേഹത്തോടു കൂടിയാണ് ഞങ്ങളെ ഇങ്ങോട്ട് വീട്ടിലേക്ക് കയറ്റിയത്. നിധിക്കാണെങ്കിൽ അവരെ കണ്ടപ്പോൾ വളരെ സന്തോഷമാണ്, ഇതുവരെയും ലഭിക്കാത്ത സന്തോഷം, ഒരു പ്രത്യേക ഫീലിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് സുധീഷും അവരെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കുന്നു. അതുപോലെ ഈ സമയത്ത് നിധി വരുന്നുണ്ട്. നിധിയും വീഡിയോ കോളിൽ വരികയും സുധീഷേട്ടനെയും നികേഷിനെയും ഹരീഷിനോടൊക്കെ വിശേഷങ്ങൾ ചോദിക്കുകയും ഇവിടുത്തെ ഈ നിധിയുടെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ അങ്ങോട്ട് പറയുകയും അങ്ങനെ ഗുഡ് നൈറ്റ് പറഞ്ഞ് വിരിയുന്ന ചില നല്ല നിമിഷങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം ആഹാരം കഴിക്കുന്നു. ആഹാരം കഴിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ആഹാരം കഴിക്കുന്നത്. അപ്പോൾ നിധിക്ക് നല്ല സന്തോഷമുണ്ട്. കാരണം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ആ വീട്ടിൽ, തൻ്റെ വീട്ടിൽ അച്ഛനോടും അമ്മയോടും സഹോദരനോടും ഏട്ടത്തിയോടും കുട്ടികളോടും ഒക്കെ ഒപ്പം ഇരുന്ന് സുധീഷിൻ്റെ കൂടെ ആഹാരം കഴിക്കുമ്പോൾ വളരെ സന്തോഷവതിയാണ് നിധി. ഈ സമയത്ത് സുധീഷ് നിധിയെ വളരെ സന്തോഷത്തോടു കൂടി ശ്രദ്ധിക്കുന്നുണ്ട്. നിധിയും ശ്രദ്ധിക്കുന്ന കാണാം. അപ്പം നിധി ശ്രദ്ധിക്കുമ്പോൾ സുധീഷ് വളരെ സന്തോഷവാനായി, എന്നാലും ഒരു സന്തോഷവാനായി അഭിനയിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം സുധീഷിന് ആഹാരം വിളമ്പി കൊടുക്കുമ്പോൾ നിധിയുടെ അച്ഛനും ഏട്ടനും ഒക്കെ പറയാണ്, മോളെ സുധീഷിന് കൊടുക്ക്, അവന് ആഹാരം നല്ലവരെ കഴിക്കട്ടെ എന്നൊക്കെ പറയുകയും പുതിയ പുതിയ വെറൈറ്റി ആഹാരങ്ങളൊക്കെ സുധീഷിന് വിളമ്പി കൊടുക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുക. അതിനുശേഷം എല്ലാവരും ഉറങ്ങാൻ പോകുന്ന സമയത്ത് സുധീഷും വെളിയിൽ നിൽക്കുമ്പോൾ, ഹാളിൽ ഇരിക്കുമ്പോൾ സുധീഷിൻ്റെ അടുത്ത് ആദ്യമായിട്ട് തന്നെ ഒരു പ്രതിരോധം അല്ലെങ്കിൽ സുധീഷിനോട് പ്രകടമാക്കുന്ന ദേഷ്യം അരുണിൻ്റെയും രാജീവിൻ്റെയും ദേഷ്യം പ്രകടമാക്കുന്ന ഒരു വല്ലാത്ത രീതിയിലാണോ. കാരണം സുധീഷിനെ വന്ന് ഈ അരുൺ തോളത്ത് പിടിച്ചിട്ട് അളിയ എന്ന് വിളിച്ച് വന്ന് നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം എന്ന് പറഞ്ഞ് ആ സെറ്റിയിലേക്ക് അല്ലെങ്കിൽ ആ ചെയറിലേക്ക് ഇരുത്തുവാട്ടോ, അല്ലെങ്കിൽ ഒറ്റ തള്ളിച്ചയാണ്. ആ തള്ളിച്ചയിൽ സുധീഷ് തെറിച്ച് പുറകോട്ട് വീഴുകയാണ്. വീണ് കഴിയുമ്പോൾ വീണ്ടും എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ അരുൺ വലിച്ചെഴുന്നേൽപ്പിക്കുകയും എന്താണ് അളിയ ഇങ്ങനെ വീഴുന്നത് എന്നൊക്കെ ചോദിച്ച് അറിഞ്ഞുകൊണ്ടല്ലാത്ത രീതിയിൽ ഉപദ്രവിക്കുകയും അതുപോലെ കയ്യിൽ പിടിച്ച് തിരിക്കുകയും ശരീരത്ത് വേദനിപ്പിക്കുന്ന രീതിയിൽ അടിക്കുകയൊക്കെ ചെയ്യുന്ന ചില രംഗങ്ങളൊക്കെ വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ കാണാം. ഈ സമയത്ത് സുധീഷ് ഇതെല്ലാം സഹിച്ചു നിൽക്കുന്ന ഒരു സാധു മനുഷ്യനായിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിനുശേഷം രാജീവൻ അന്നേരം അഭിനയിക്കുന്നുണ്ട്, എന്താടാ അരുണ നീ കാണിക്കുന്ന, നമ്മുടെ വരുമാനല്ലേ, അവനോട് ഇങ്ങനെയൊക്കെയാണോ ഇടപെടുന്നത്, നമ്മുടെ മോളുടെ ഭർത്താവല്ലേ, അവൻ എന്ത് ത്യാഗം സഹിച്ചാണ് നിധിയെ അവിടെ നോക്കിക്കൊണ്ടിരുന്നത്. നമ്മൾ പോലും ശ്രദ്ധിക്കാത്ത വിധത്തിൽ അവൻ നമ്മുടെ മോളെ അവിടെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ഏട്ടനും അനിയന്മാരൊക്കെ എന്തോ സന്തോഷത്തോടു കൂടിയാണ് നിധി ഇത്രയും നാൾ അവിടെ ജീവിച്ചത്. അതൊക്കെ സുധീഷ് കാരണമല്ലേ, അങ്ങനെയുള്ള സുധീഷിനെ നീ എന്താണ് കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് അഭിനയിക്കുകയാണ്, അല്ലെങ്കിൽ അരുണിനെ വഴക്ക് പറയുന്ന രീതിയിൽ അഭിനയിക്കുകയും ഒടുവിൽ അരുൺ തൻ്റെ യഥാർത്ഥ സ്വഭാവം സുധീഷിന് മുൻപിൽ പ്രകടമാക്കിയിട്ട് സുധീഷിനെ ചീത്ത വിളിക്കുകയും നീ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ സഹോദരിയെ കെട്ടി സുഖമായിട്ട് ജീവിക്കാമെന്ന് കരുതിയോടാ, നിന്നോട് പറഞ്ഞതല്ലേ, മര്യാദയ്ക്ക് ഇതിനകത്ത് ഒഴിവാക്കാൻ പറഞ്ഞതല്ലേ, അപ്പം നിനക്ക് പറ്റത്തില്ല, അപ്പം എൻ്റെ സഹോദരിയെ തന്നെ നിനക്ക് കെട്ടണമല്ലേ, നിനക്ക് കെട്ടിച്ച് തരാടാ എന്നൊക്കെ പറഞ്ഞ് ചീത്ത വിളിക്കുകയും അതുപോലെ ആരും കാണാതെ സുധീഷിനെ മർദ്ദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയൊരു പീഡനത്തിൻ്റെ അവസ്ഥയൊക്കെ സുധീഷിനുണ്ടാകുക കേട്ടോ. അതിനുശേഷം നിധി വരിക. അപ്പോൾ ഈ സമയത്ത് നിധി ഇറങ്ങി വരുമ്പോൾ സുധീഷിനെ കിടക്കാൻ വേണ്ടി സ്ഥല സൗകര്യം അല്ലെങ്കിൽ റൂമൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നിധി വരുമ്പോഴത്തേക്ക് അവരുടെ മുൻപിൽ വെച്ച് സുധീഷിനെ കെട്ടിപ്പിടിക്കുകയും അതുപോലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിരുന്ന് സുധീഷിനോട് സൗമ്യമായ രീതിയിൽ ഇടപെടുകയൊക്കെ ചെയ്യുന്ന രാജീവിനെയും അരുണിനെയും കണ്ടപ്പം നിധിക്ക് വീണ്ടും സന്തോഷമുണ്ടായി. കാരണം സുധീഷിനെ ഇത്രത്തോളം ഇവർക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞോ, ഇത്രയും പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ചില രംഗങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം നിധി പറയാണ് സുധീഷ കിടക്കാമെന്ന് പറയുകയും അങ്ങനെ സുധീഷിനെയുമായിട്ട് കിടക്കാൻ വേണ്ടി പോകുമ്പോൾ സ്വന്തം മുറിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട് കേട്ടോ. ഈ സമയത്ത് സുധീഷ് ചോദിക്കുകയാണ് എവിടെയാണ് ഞാൻ കിടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആദ്യം പറയാം കിടക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ഇച്ചിരി കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് എപ്പോൾ ഉറക്കം വരുന്നോ ആ സമയത്ത് എൻ്റെ മുറിയിലേക്ക് വന്നാൽ എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് സുധീഷ് ഞെട്ടി, അത് എന്താണ് നിധിയുടെ മുറിയിലേക്ക് വരാനോ,
അപ്പം എനിക്ക് വേറെ മുറിയൊന്നും ഇല്ലെന്ന് ചോദിക്കുകയാണ്. അതെങ്ങനെയാണ് സുധീഷ് ശരിയാകുന്നത്? നമ്മുടെ ഇവിടെ ഭാര്യയും ഭർത്താവുമല്ലേ, അവരങ്ങനെയല്ലേ നമ്മളെ കണ്ടിരിക്കുന്നത്. അപ്പോൾ സുധീഷ് മറ്റൊരു മുറിയിലും ഞാൻ വേറൊരു മുറിയിലും കിടന്നു കഴിഞ്ഞാൽ അത് സംശയിക്കുകയല്ലേ, അവർ സംശയിക്കുകയല്ലേ, അതിപ്പോൾ പാടില്ല. അതുകൊണ്ട് സുധീഷ് എൻ്റെ മുറിയിൽ തന്നെ ഇന്ന് കിടന്നാൽ മതി എന്ന് പറയാം. അപ്പോൾ ഇത് കേട്ടപ്പോൾ സുധീഷിൻ്റെ മനസ്സിലൊരു ലഡു പൊട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അപ്പോഴും മറുഭാഗത്ത് വലിയൊരു ഭയമുണ്ട് കേട്ടോ. നിധിയെയും തന്നെയും പിരിക്കുമോ, അവർ ഈ ഈ വെല്ലുവിളിച്ചത് നിറവേറ്റുമോ എന്നൊക്കെ ഒരു ഭയമുണ്ട്. അതിനുശേഷം ആ സമയത്ത് എന്നാൽ നിധിയുടെ ആ വാക്ക് കേട്ടപ്പോൾ തൻ്റെ മുറിയിൽ കിടക്കാൻ വേണ്ടി നിധി വിളിച്ചപ്പോൾ എല്ലാം മറന്ന് നിധിയോടൊപ്പം ആ മുറിയിലേക്ക് പോവുകയും അങ്ങനെ ആ മുറിയിൽ ചെന്ന് സന്തോഷത്തോടു കൂടി ആ ബെഡിലേക്ക് മറിഞ്ഞു വീഴുകയും അങ്ങനെ തൻ്റെ ജീവിതത്തിൽ എല്ലാം നേടിയെന്നൊരു ഭാവത്തിൽ നിധിക്ക് തന്നോട് സ്നേഹം ഉണ്ടായി എന്നൊരു തോന്നൽ സുധീഷിനുണ്ടാകുകയും അങ്ങനെ ബെഡിൽ ചാടി മറിഞ്ഞ് കിടക്കുമ്പോൾ നിധി അകത്തേക്ക് വരികയും അതിനുശേഷം നിധി പറയാണ്, അതെ ബെഡിലല്ല കിടക്കുന്ന, ഒന്നേ സുധീഷ് ബെഡിൽ കിടന്നോ അല്ലെങ്കിൽ ഞാൻ ബെഡിൽ കിടക്കാം, നമുക്ക് രണ്ടുപേർക്ക് അവിടെ കിടക്കാൻ പറ്റില്ല, ഒരു മുറിയിൽ കിടക്കാനേ പറ്റുള്ളൂ, അതുകൊണ്ട് നമ്മൾ രണ്ടായിട്ട് കിടന്നാൽ മതി എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് സുധീഷ് ഒന്ന് ചമ്മുന്നുണ്ട്. അതിനുശേഷം സുധീഷ് പറയുകയാണ്, എന്നാൽ ഞാനൊരു കാര്യം ഞാൻ താഴെ കിടന്നോളാം, നിധി ഈ ബെഡിൽ കിടന്നോളാന്ന് പറയുകയും അങ്ങനെ സുധീഷ് താഴെ ബെഡ് വിരിച്ച് കിടക്കുന്നു. അതിനുശേഷം നിധി മേളിൽ കട്ടിലിൽ കിടക്കുന്നു. ആ സമയത്ത് സുധീഷിനോട് തൻ്റെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഈ അച്ഛനും അമ്മയ്ക്കും മനസ്സ് മാറിയതിനെക്കുറിച്ചും അവർ നമ്മളെ ക്ഷണിച്ചതിനെക്കുറിച്ചൊക്കെ നിധി വാതോരാതെ സുധീഷിനോട് പറയോട്ടെ. ഈ സമയത്ത് സുധീഷിന് പറയണമെന്നുണ്ട്, നമ്മളെ ഇത് അവരുടെ സ്നേഹം യഥാർത്ഥ സ്നേഹമല്ല, ഇതൊരു അഭിനയമാണ്, ഇതൊരു ചതിയാണ് എന്ന് പറയണമെന്നുണ്ട്. പക്ഷേങ്കിൽ നിധിയുടെ മനസ്സ് വിഷമിക്കാതിരിക്കുവാൻ വേണ്ടി, നിധിക്ക് ഒരു വിഷമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതെല്ലാം മനസ്സിൽ ഒതുക്കി കിടക്കുന്ന സുധീഷിനെയാണ് കാണുന്നത്. അതിനുശേഷം സുധീഷും നിധിയും ഉറങ്ങുന്ന സമയത്ത് നിധിയെ തന്നെ സുധീഷ് ഇങ്ങനെ നോക്കി കിടക്കുന്ന സുധീഷിനെ നിധിയും ഈ സമയത്ത് ഇടയ്ക്ക് നോക്കുമ്പം തന്നെ നോക്കി കിടക്കുന്ന സുധീഷിനെ കാണുന്ന ഒരു രംഗമൊക്കെയാണ്, ഒരു രസകരമാകുന്ന നിമിഷമൊക്കെയാണ് വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത്. അതിനുശേഷമാണ് വലിയ സുധീഷിൻ്റെയും നിധിയുടെയും ജീവിതത്തിൽ വലിയ അപകടങ്ങൾ സംഭവിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് വരുന്ന ആഴ്ചയിൽ കാണാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വരുന്ന ദിവസത്തെ ഓരോ ദിവസത്തെയും വിശേഷങ്ങളുമായി വരുന്നതായിരിക്കും. ആ സമയത്ത് നിങ്ങളോട് ഞങ്ങൾ പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇത്രയുമാണ് വരുന്ന ആഴ്ചയിലെ പ്രൊമോ വിശേഷത്തിൽ കാണുന്നത്. അപ്പോൾ ഞങ്ങളെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.